ഇപ്പൊ ഏട്ടത്തിമ്മ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഒരുപാട് ഏട്ടനെ ഇഷ്ടാണെന്ന്. ആയിക്കോട്ടെ, പക്ഷെ പോകുന്ന വിവരെങ്കിലും ഏട്ടന് ഞങ്ങളോട് പറയായിരുന്നു. തിരക്കിട്ട് ഇറങ്ങിയപ്പോ. ശരി, ടൗണിൽ പോയിട്ട് ഇത്രയും സമയം ഏട്ടൻ എവിടെയായിരുന്നു? അതെ അതെ, ഏട്ടൻ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷണിച്ചു വന്ന് കേറിയല്ലേ ഉള്ളൂ. ഒന്ന് ശ്വാസം എടുത്തോട്ടെ, എന്നിട്ട് പോരെ ഈ ചോദ്യം ചെയ്യല്. പാറു പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. തൽക്കാലം ഏട്ടനൊരു ഇളവ് കൊടുക്കാം, അല്ലേ കുഞ്ഞി? കൊഴപ്പില്ല. ഇതൊന്ന് പിടിക്കാവോ? ഏട്ടാ, ഇന്നേ നമ്മുടെ ഏട്ടത്തിയമ്മ ഞങ്ങൾക്കൊരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു. അതെ, സൂപ്പർ ആയിരുന്നു. നമ്മളെ ഏട്ടന് ഉപ്പുമാവൊക്കെ മാറ്റി വെച്ചു, പക്ഷേ മനസ്സിലായി മനസ്സിലായി. കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഏട്ടാ, പക്ഷെ കൂട്ടാനില്ല. കറണ്ട് പോയ പിന്നെ അടുക്കളയിൽ കേറിയില്ല ഏട്ടാ. ഞങ്ങളാണ് ഏട്ടനെയും കാത്തിവിടെ ഇരിക്കുകയായിരുന്നു. അതെന്തെങ്കിലും മുളക് പൊട്ടിച്ചാ മതി മോളെ. ഏട്ടാ, കറണ്ട് പോകുമ്പോഴുള്ള നമ്മുടെ പതിവ് പരിപാടി ചെയ്താലോ? അതെന്ത് പരിപാടി? അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ വേണം ഇനി. വേണം വേണം. ശരി, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. അല്ല, എന്താ നിങ്ങളുടെ പ്ലാൻ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു ചെറിയ ആഘോഷം, പവർക്കെട്ട് നേരത്തെ ആഘോഷം. കുഞ്ഞു പതുക്കെ ചെയ്യണേ. കുഞ്ഞി ഇപ്പൊ ഇടല്ലേ, എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായെന്ന് എങ്ങനെ അറിയും? ചെറിയൊരു കഷ്ണം ഒന്ന് ഇട്ടു നോക്ക്. കുറച്ചിടട്ടെ എണ്ണയിലേക്ക്. നല്ല കാറ്റ്. ഇത് കത്തുന്നില്ലല്ലോ. കത്തുന്നില്ല. ഇത് ഭയങ്കര തീയ, എടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി പതുക്കെ. സാരല്ലേ ചേച്ചി, നീർന്നു. സൂക്ഷിച്ച് പൊള്ളല്ലേ. ഇപ്പൊ ചൂടാവൂലേ? പോക. എന്തായി, നിങ്ങളുടെ പാചകം കഴിഞ്ഞോ? ഇല്ല ഏട്ടാ, തുടങ്ങുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് മാറ, ഞാൻ ചെയ്യാം. ഏയ് വേണ്ട, ഏട്ടനെ അടുത്തമ്മയ്ക്ക് ഇന്ന് ഇവിടെ റോളില്ല. നിങ്ങൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടം ഞങ്ങൾ ഇതാ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വാ കുഞ്ഞി, വാ എടുത്തിമ്മേ, വാ. എടുത്തിമ്മേ, വാ. ഏട്ടാ വാ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അതിനൊക്കെ ആവശ്യമുണ്ട് ഏട്ടാ. ചെല്ല്. വാ. എന്താ? വാ. എങ്ങോട്ടാ പോണേ? വാ. ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? ഒന്ന് വാ ഏട്ടാ. വാ, ഇരിക്കെ. ഇനി യുവമിഥുനങ്ങൾ ആവശ്യം പോലെ പ്രണയിച്ചോളൂ. ഭക്ഷണം തയ്യാറാകുമ്പോ ഞങ്ങൾ വിളിച്ചോളാം. അല്ല, ഞങ്ങള് കുഞ്ഞി വാ. സ്വർഗത്തിലെ കട്ടറും ബാത് വാ. അതെ, ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കാം. അവിടെ ഇരിക്കേ. ഇങ്ങതാ. അയ്യോ, ചൂടായോ? ഗിരിയേട്ടാ, പോയ കാര്യം എന്തായി? അതറിയാനാ ഞാനിവിടെ വെപ്രാളപ്പെട്ടിരുന്നത്. വിളിച്ചിട്ട് കിട്ടാതോടെയായപ്പം എന്റെ ടെൻഷൻ കൂടി. എന്തായി? സിധുവിനെ കണ്ടോ?
ഈശ്വര, സിദ്ധാർത്ഥൻ ഡോക്ടർ ഒരു ചതിയനാണെന്നുള്ള കാര്യം മാറുവിനോട് ഞാൻ എങ്ങനെ പറയും? നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. ഗിരിയേട്ടൻ എന്തൊന്നും പറയാത്തത്? അത് ഏട്ടത്തിയമ്മ ഇപ്പൊ ഏട്ടനോട് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഏട്ടത്തിയമ്മ പറഞ്ഞത് ഏട്ടൻ എന്താ ഇത്ര വൈകിയത്? ഏട്ടനെ കാണാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ. എന്റെ ഹൃദയം ഏട്ടനെ ഓർത്ത് ഓരോ നിമിഷം ഇടിക്കുകയായിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്. ചേച്ചി ആള് കൊള്ളാലോ. നോക്ക് നോക്ക്, അവർ പ്രണയിക്കുന്നത് നോക്ക്. എന്തെങ്കിലും പറയ് ഗിരിയേട്ട. സിദ്ധുവിനെ കണ്ടോ? ഇപ്പൊ ഏട്ടത്തിയമ്മ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഒരുപാട് ഏട്ടനെ ഇഷ്ടാണെന്ന്. ഇല്ല പറു, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡോക്ടറെ അന്വേഷിച്ചു. പക്ഷെ ഡോക്ടറെ പറ്റി ഒരറിവുമില്ല. പാറു, നിന്റെ ഹൃദയം ഞാൻ കാണുന്നുണ്ട്. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ ആവില്ല. ടൗണിലെ കടയിൽ കയറി സാധനം വാങ്ങുമ്പോഴും നിന്റെ മുഖം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോ സിദ്ധുവിനെ കുറിച്ചുള്ള അന്വേഷണം മതിയാക്കിയോ? ഏയ് ഇല്ലില്ല. ഈ പകൽ മുഴുവൻ എങ്ങനെ കഴിച്ചുകൂട്ടിന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇല്ല പറു, ഡോക്ടറെ കണ്ടെത്താതെ അന്വേഷണം നിർത്താൻ പറ്റില്ലല്ലോ. ഡോക്ടറെ കണ്ടുപിടിക്കുന്നവരെ നമുക്ക് അന്വേഷിക്കാം. ഡോക്ടർ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം.